ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 10, ശ്ലോകം 4, പേജ് നമ്പർ 531. ബുദ്ധിർജ്ഞാനമസമ്മോഹഃ ക്ഷമാ സത്യം ദമഃ ശമഃ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ചാഭയമേവ ച. ശ്ലോകം 5, പേജ് നമ്പർ 531. അഹിംസാ സമതാ തുഷ്ടിസ്തപോദാനം യശോ യശഃ ഭവന്തി ഭാവാ ഭൂതാനാം മത്ത ഏവ പൃഥഗ്വിധാഃ. പദാനുപദം. ബുദ്ധിഃ ബുദ്ധി, ജ്ഞാനം ജ്ഞാനം, അസമ്മോഹഃ സംശയമില്ലായ്മ, ക്ഷമ ക്ഷമ, സത്യം സത്യം, ദമഃ ഇന്ദ്രിയ സംയമം, ശമഃ ശമം മനോനിയന്ത്രണം, സുഖം സുഖം, ദുഃഖം ദുഃഖം, ഭവഃ ഉദ്ഭവം, അഭാവഃ നാശം തിരോഭാവം, ഭയം ച ഭയവും, അഭയം ഏവ ച അഭയം തന്നെയും, അഹിംസ അഹിംസ, സമത സമത്വം, തുഷ്ടി തുഷ്ടി, തപഃ തപസ്, ദാനം ദാനം, യശഃ യശസ്, അയശഃ അപകീർത്തി, പൃഥഗ്വിധാഃ നാനാവിധത്തിൽ സജ്ജീകരിച്ച, ഭൂതാനാം ജീവജാലങ്ങളുടെ, ഭാവാഃ ഈ ഭാവങ്ങൾ, മത്തഃ എന്നിൽ നിന്ന്, ഏവ തന്നെ, ഭവന്തി ഭവിക്കുന്നു. വിവർത്തനം. ബുദ്ധി ജ്ഞാനം, സംശയമില്ലായ്മ, വ്യാമോഹമില്ലായ്മ, ക്ഷമ സത്യം, ഇന്ദ്രിയ സംയമനം, മനസ്സംയമനം, സുഖദുഃഖങ്ങൾ, ജനന മരണങ്ങൾ, ഭയം ഭയരാഹിത്യം, അഹിംസ സമതുലിതാവസ്ഥ, തൃപ്തി, തപസ്, ദാനം, കീർത്തി അപകീർത്തി എന്നിങ്ങനെ ജീവാത്മാക്കളുടെ വിവിധ ഗുണങ്ങളെല്ലാം ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചത്. ഭാവാർത്ഥം. ജീവജാലങ്ങളുടെ നല്ലതും ചീത്തയുമായ വിവിധ ഗുണങ്ങൾ കൃഷ്ണനാണ് സൃഷ്ടിച്ചത്. അവയെല്ലാം ഇവിടെ വിവരിച്ചിട്ടുണ്ട്. ബുദ്ധി എന്നത് വസ്തുതകളെ ശരിയായ കാഴ്ചപ്പാടിലൂടെ വിശകലനം ചെയ്യാനുള്ള കഴിവും, ജ്ഞാനമെന്നത് ആത്മാവെന്ത്
ജഡമെന്ത് എന്നറിയുന്നതുമാണ്. സർവകലാശാല വിദ്യാഭ്യാസം കൊണ്ട് നേടുന്ന സാധാരണ ജ്ഞാനം ഭൗതിക പദാർത്ഥത്തെ സംബന്ധിക്കുന്നതാണ്. അതിവിടെ ജ്ഞാനമായി അംഗീകരിച്ചിട്ടില്ല. ജ്ഞാനമെന്നാൽ ആത്മാവും ജഡവും തമ്മിലുള്ള വ്യത്യാസം ഗ്രഹിക്കലാണ്. ആധുനിക വിദ്യാഭ്യാസത്തിൽ ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം എന്നൊന്നില്ല. ഭൗതിക മൂലകങ്ങളിലും ശാരീരികാവശ്യങ്ങളിലും മാത്രമാണ് അവരുടെ ശ്രദ്ധ. അതിനാൽ വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിന് പൂർണ്ണതയില്ല. അസംമോഹം അഥവാ സംശയങ്ങളിൽ നിന്നും ഭ്രമങ്ങളിൽ നിന്നുമുള്ള മോചനം സങ്കോചമില്ലാതെ ആധ്യാത്മിക ശാസ്ത്രം പഠിക്കുന്നതുകൊണ്ട് നേടാം. പതുക്കെ തീർച്ചയായും വ്യാമോഹങ്ങളിൽ നിന്ന് അയാൾ മുക്തനായി തീരും. അന്ധമായി ഒന്നിനെയും സ്വീകരിച്ചുകൂടാ. ശ്രദ്ധയോടെ ജാഗ്രതയോടെ വേണം സ്വീകരിക്കാൻ. ക്ഷമ, മാപ്പുകൊടുക്കൽ പരിശീലിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ ചെറിയ ചെറിയ പിഴകൾ പൊറുക്കുക. സത്യം എന്നുവെച്ചാൽ വസ്തുക്കളെ അന്യർക്കുപകരിക്കാവുന്ന വിധത്തിൽ അവതരിപ്പിക്കുക. സത്യത്തെ മറ്റൊരു വിധത്തിൽ അവതരിപ്പിച്ചുകൂടാ. സാമൂഹ്യ മര്യാദയനുസരിച്ച് മറ്റുള്ളവർക്ക് ഹിതകരമായ സത്യം മാത്രമേ പറയാവൂ. സത്യമെന്നതല്ല, വാസ്തവമെന്തെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ സത്യം വളച്ചൊടിക്കാതെ പറയണം. ഒരാൾ കള്ളനാണെങ്കിൽ അയാൾ കള്ളനാണെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് സത്യമാണ്. സത്യം ചിലപ്പോൾ അപ്രിയമായേക്കാം, എങ്കിലും അത് പറയാതിരിക്കരുത്. മറ്റുള്ളവരുടെ നന്മയ്ക്കായി വസ്തുതകളെ അതേപടി അവതരിപ്പിക്കുക എന്നതാണ് സത്യത്തിൻ്റെ നിർവചനം. ആവശ്യമില്ലാതെ സ്വന്തം സുഖാനുഭോഗങ്ങൾക്കു വേണ്ടി ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാതിരിക്കലാണ് ഇന്ദ്രിയ സംയമനം. ഇന്ദ്രിയങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ തെറ്റില്ല. എങ്കിലും ആവശ്യത്തിൽ കവിഞ്ഞ സുഖാനുഭോഗങ്ങൾ ആത്മീയ പുരോഗതിക്ക് ദോഷം ചെയ്യും. ഇന്ദ്രിയങ്ങൾ അനാവശ്യമായി ഉപയോഗിക്കരുത്. അതുപോലെ അനാവശ്യ ചിന്തകളിൽ നിന്ന് മനസ്സിനെയും മാറ്റി നിർത്തണം. അതിനെ ശമം എന്ന് പറയുന്നു. ധനസമ്പാദനോപായങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം പോക്കുന്നത് ചിന്താശക്തിയുടെ ദുരുപയോഗമാണ്. മനുഷ്യൻ്റെ പ്രധാന ആവശ്യങ്ങൾ ഏതെല്ലാമെന്ന് മനസ്സിലാക്കുകയും ആധികാരികമായി അവതരിപ്പിക്കുകയും വേണം. ധർമ്മശാസ്ത്രങ്ങളിൽ പ്രാവീണ്യം നേടിയവരും പുണ്യാത്മാക്കളും ആധ്യാത്മികാചാര്യന്മാരും ഉത്കൃഷ്ട ചിന്തകരുമായുള്ള സമ്പർക്കം കൊണ്ട് ചിന്താശക്തിയെ വളർത്തിയെടുക്കണം. കൃഷ്ണാവബോധത്തിൻ്റെ പുരോഗതിക്ക് അനുകൂലമായിട്ടുള്ള എന്തിനേയും സ്വീകരിക്കണം. പ്രതികൂലമായതിനെ ഉപേക്ഷിക്കുകയും ചെയ്യണം. ഭവം, ജനനം ശരീരത്തെ സംബന്ധിച്ചതാണെന്നു മനസ്സിലാക്കണം. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ജനന മരണമെന്നൊന്നില്ല. ഭഗവത്ഗീതയുടെ ആരംഭത്തിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഭൗതിക ലോകത്തിലെ ഒരാളുടെ മൂർത്തിത്വത്തിനു മാത്രമേ ജനന മരണങ്ങൾ ബാധകമാകുന്നുള്ളൂ. ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതയാണ് ഭയത്തിന് കാരണം. കൃഷ്ണാവബോധമാർന്ന ഒരു വ്യക്തിക്ക് ഭയമില്ല. എന്തുകൊണ്ടെന്നാൽ സ്വപ്രവൃത്തികൾ കൊണ്ട് അയാൾ പരവ്യോമത്തിലേക്ക്, ഭഗവദ്ധാമത്തിലേക്ക് നിശ്ചയമായും തിരിച്ചു പോകും. അതുകൊണ്ട് അയാളുടെ ഭാവി ഭാസുരമാണ്. മറ്റുള്ളവർക്ക് തങ്ങളുടെ ഭാവി എന്തെന്നറിഞ്ഞുകൂടാ. വരാൻ പോകുന്ന ജന്മത്തിൻ്റെ സ്ഥിതിയും അവർക്കറിയില്ല. അതുകൊണ്ടവർ നിരന്തരം ഉത്കണ്ഠാഭരിതരാകുന്നു. ഈ ആകുലതയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതിനുള്ള മുഖ്യോപായം കൃഷ്ണനെക്കുറിച്ചുള്ള അറിവും സദാ കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുന്നതുമാകുന്നു. അങ്ങനെ നമുക്ക് സകല ഭയങ്ങളിൽ നിന്നും മോചിതരാകാം. ഭയം ദ്വിതീയാഭിനിവേശതഃ സ്യാത് എന്ന് ഭാഗവതം 11:2:37. മായാശക്തിയിൽ മുഴുകിപ്പോകുന്നത് കൊണ്ടാണ് ഭയമുണ്ടാകുന്നത്.
മായാശക്തിയിൽ നിന്ന് മുക്തി നേടി തങ്ങൾ ഭൗതിക ശരീരങ്ങളല്ല, ഭഗവാന്റെ ആധ്യാത്മികാംശങ്ങളാണെന്ന് മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടെ ഭഗവത് സേവനത്തിൽ നിരന്തരം ഏർപ്പെടുന്നവർക്കാകട്ടെ പേടിക്കാനൊന്നുമില്ല. ശോഭനമാണ് അവരുടെ ഭാവി. കൃഷ്ണാവബോധമില്ലാത്തവരുടെ അവസ്ഥയാണ് ഈ ഭയം. കൃഷ്ണാവബോധമാർന്ന ഒരു വ്യക്തിക്കു മാത്രമേ അഭയം, ഭയരാഹിത്യം സാധ്യമാകൂ. മറ്റുള്ളവർക്ക് ക്ലേശമോ ആശയക്കുഴപ്പമോ ഉണ്ടാക്കാവുന്നതൊന്നും ചെയ്യാതിരിക്കലാണ് അഹിംസ. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും മനുഷ്യസ്നേഹികളും വാഗ്ദാനം ചെയ്യുന്ന ഭൗതിക പ്രവർത്തനങ്ങൾ നല്ല ഫലങ്ങൾ ഉളവാക്കുന്നില്ല. അവർക്ക് ആധ്യാത്മിക വീക്ഷണമില്ലെന്നതാണ് ഇതിന് കാരണം. മാനവ സമുദായത്തിന് ഏറ്റവും പ്രയോജനകരമായത് എന്തെന്ന് അവർക്കറിഞ്ഞുകൂടാ. മനുഷ്യ ശരീരത്തെ ശരിയായി ഉപയോഗപ്പെടുത്താനുതകുന്ന പരിശീലനം ജനങ്ങൾക്കു നൽകണം. അതാണ് അഹിംസ. ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടിയുള്ളതാണ് മനുഷ്യ ശരീരം. ആ ലക്ഷ്യപ്രാപ്തിക്കുതകാത്ത ഏതൊരു പ്രസ്ഥാനവും കമ്മീഷനും മനുഷ്യ ശരീരത്തെ ഹിംസിക്കുകയാണ് ചെയ്യുന്നത്. ഭാവിയിൽ ജനങ്ങളെ ആധ്യാത്മിക സുഖത്തിലേക്ക് നയിക്കാവുന്നതെന്തും അഹിംസ തന്നെ. സമത, സന്തുലിതാവസ്ഥ എന്നത് രാഗദ്വേഷങ്ങളിൽ നിന്നുള്ള വിമുക്തിയാണ്. അത്യന്തം ആസക്തിയോ അത്യന്തം അനാസക്തിയോ ഉത്തമമല്ല. ആസക്തിയോ വെറുപ്പോ കൂടാതെ ഈ പ്രപഞ്ചത്തെ അംഗീകരിക്കണം. കൃഷ്ണാവബോധം പ്രായോഗികമാക്കുന്നതിനു സഹായകമായത് സ്വീകരിക്കുകയും വിരുദ്ധമായത് ഉപേക്ഷിക്കുകയും വേണം. അതാണ് സന്തുലിതാവസ്ഥ, സമത. കൃഷ്ണാവബോധാനുഷ്ഠാനങ്ങൾക്ക് ഉപയോഗപ്പെടാത്ത പക്ഷം സ്വീകരിക്കാനോ ഉപേക്ഷിക്കാനോ യാതൊന്നുമില്ല. കൃഷ്ണാവബോധവാനായ ഒരു വ്യക്തിക്ക് തുഷ്ടി, സംതൃപ്തിയാണ്. അനാവശ്യമായ പ്രവർത്തനങ്ങളിലൂടെ ഭൗതിക വസ്തുക്കൾ വീണ്ടും വീണ്ടും നേടിക്കൂട്ടാനുള്ള ആകാംക്ഷ പാടില്ല. ഭഗവത് അനുഗ്രഹത്താൽ ലഭിക്കുന്നതെന്തായാലും അതുകൊണ്ട് തൃപ്തനാകണം. അതാണ് സംതൃപ്തി. തപസ്സിൻ്റെ കാര്യത്തിൽ വേദവിഹിതങ്ങളായ നിബന്ധനകൾ പലതുണ്ട്. പുലർച്ചയ്ക്കു മുമ്പ് ഉണരലും സ്നാനവും അക്കൂട്ടത്തിൽപ്പെടും. പുലരുന്നതിന് മുമ്പ് ഉണരാനും കുളിക്കാനും ചിലപ്പോൾ ഏറെ പ്രയാസമുണ്ട്. എന്നാൽ ഇത്തരം ക്ലേശങ്ങൾ സ്വമേധയാ അനുഭവിക്കുന്നതിനെയാണ് തപസ് എന്നു പറയുന്നത്. മാസത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ ഉപവാസം വിധിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായി ആർക്കും ഉപവാസത്തിൽ താൽപ്പര്യമുണ്ടാവില്ല. എന്നാൽ കൃഷ്ണാവബോധ വിജ്ഞാനത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള ദൃഢനിശ്ചയത്തോടെ അത്തരം ശാരീരിക ക്ലേശങ്ങൾ സഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈദികാജ്ഞകൾക്കെതിരായോ അനാവശ്യമായോ ഉപവസിക്കുകയുമരുത്. രാഷ്ട്രീയ കാര്യസിദ്ധിക്കുവേണ്ടി ഉപവസിച്ചുകൂടാ. തമോ ഗുണത്തിലുള്ള ഉപവാസമായിട്ടാണിതിനെ ഭഗവത്ഗീത വിവരിക്കുന്നത്. രജസ്തമോ ഗുണങ്ങളോടെ ചെയ്യുന്ന ഏതു പ്രവൃത്തിയും ആത്മീയ പുരോഗതിക്ക് സഹായകരമല്ല. സത്വഗുണത്തിൽ ചെയ്യുന്നതെല്ലാം പുരോഗതിയിലേക്ക് നയിക്കും. വേദാജ്ഞാനുസാരം ചെയ്യുന്ന ഉപവാസം ആധ്യാത്മജ്ഞാനമുള്ളവനെ സമ്പുഷ്ടിപ്പെടുത്തുന്നു. ഒരാൾ തൻ്റെ സമ്പത്തിൽ നിന്ന് പകുതി ഭാഗം നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കണം. ഇതാണ് ദാനം. എന്താണ് ഈ നല്ല കാര്യം? കൃഷ്ണാവബോധാനുസാരേണ പ്രവർത്തിക്കുന്നതാണത്. നല്ല ഒരു കാര്യം മാത്രമല്ല, ഉത്തമമായ കർത്തവ്യവുമാണത്. കൃഷ്ണൻ നല്ലവനാകയാൽ അദ്ദേഹത്തിനു വേണ്ടിയുള്ളതെല്ലാം നല്ലതാണ്. അതുകൊണ്ട് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിലേർപ്പെടുന്നവർക്കാണ് ദാനം ചെയ്യേണ്ടത്. ബ്രാഹ്മണർക്കാണ് ദാനം ചെയ്യേണ്ടതെന്ന് വൈദിക സാഹിത്യങ്ങൾ ഘോഷിക്കുന്നുണ്ട്. വേദാജ്ഞാനുസാരം അത്ര ഉത്തമമായ നിലയിലല്ലെങ്കിലും
ഈ പതിവ് ഇന്നും തുടർന്നു പോരുന്നുണ്ട്. എന്നാലും ബ്രാഹ്മണർക്കാണ് ദാനം ചെയ്യേണ്ടതെന്നാണ് ആജ്ഞ. എന്തുകൊണ്ട്? അവർ ഉത്കൃഷ്ടമായ ആധ്യാത്മിക ജ്ഞാന സമ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതു തന്നെ കാരണം. ഒരു ബ്രാഹ്മണൻ ബ്രഹ്മത്തെ അറിയുന്നതിനായി തൻ്റെ ആയുഷ്കാലം മുഴുവനും അർപ്പിക്കേണ്ടതാണ്. ബ്രഹ്മ ജാനാതീതി ബ്രാഹ്മണഃ. ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ. തങ്ങളുടെ ജീവിത നിർവഹണത്തിനാവശ്യമായ ധനാർജനത്തിന് സമയം കിട്ടാത്ത വിധത്തിൽ സദാ ഉത്കൃഷ്ടമായ ആധ്യാത്മിക സേവനങ്ങളിലേർപ്പെടുന്നതുകൊണ്ടാണ് ബ്രാഹ്മണർക്ക് ദാനം നൽകുന്നത്. വൈദിക സാഹിത്യമനുസരിച്ച് സന്യാസിയും ദാനം വാങ്ങാൻ അർഹനാണ്. സന്യാസി വീടുതോറും ഭിക്ഷയ്ക്കു ചെല്ലുന്നത് ധനം നേടാനല്ല, ദൗത്യ നിർവഹണത്തിനാണ്. അജ്ഞാന നിദ്രയിൽ നിന്ന് ഗൃഹസ്ഥന്മാരെ ഉണർത്തുന്നതിനാണ് സന്യാസി വീടുതോറും സഞ്ചരിക്കുന്നത്. ഗൃഹസ്ഥന്മാർ കുടുംബജീവിത കാര്യങ്ങളിൽ മുഴുകിയതിനാൽ തങ്ങളുടെ യഥാർത്ഥ ജീവിതോദ്ദേശ്യം കൃഷ്ണാവബോധമുണർത്തുക എന്നതാണെന്ന് മറന്നുപോകുന്നു. അതിനാൽ യാചകരായി ഗൃഹസ്ഥന്മാരെ സമീപിച്ച് അവർക്ക് കൃഷ്ണാവബോധത്തിലേക്ക് പ്രചോദനം നൽകുക എന്നതാണ് സന്യാസിമാരുടെ കർത്തവ്യം. വേദങ്ങൾ ഘോഷിക്കുന്നതുപോലെ ഒരാൾ ഉണർന്ന് പ്രവർത്തിച്ച് മനുഷ്യജന്മം കൊണ്ട് നേടാവുന്നത് നേടുക തന്നെ വേണം. ഇതിനുള്ള അറിവും രീതിയും സന്യാസികൾ നൽകുന്നു. അതിനാൽ സന്യാസികൾക്കും ബ്രാഹ്മണർക്കും സത്കർമ്മങ്ങൾ ചെയ്യുന്നതിനായി ദാനം ചെയ്യണം, അല്ലാതെ അനാവശ്യ പ്രവർത്തനങ്ങൾക്കല്ല. ഉത്തമ ഭക്തനായി അറിയപ്പെടുമ്പോൾ മാത്രമേ ഒരാൾ പ്രശസ്തനാകുന്നുള്ളൂ. യശസ് അഥവാ പ്രശസ്തി ഇപ്രകാരമായിരിക്കണം എന്ന് ചൈതന്യ മഹാപ്രഭു അഭിപ്രായപ്പെടുന്നു. അതാണ് ശരിയായ പ്രശസ്തി. ഒരാൾ കൃഷ്ണാവബോധത്തിൽ ഒരുന്നത വ്യക്തിയാവുകയും അത് അറിയപ്പെടുകയും ചെയ്യുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ പ്രശസ്തനാകുന്നു. അത്തരം പ്രശസ്തിയില്ലാത്തയാൾ അപ്രശസ്തനാണ്. വിശ്വത്തിലെങ്ങും മാനവ സമുദായത്തിലും ദേവന്മാരുടെ സമൂഹത്തിലും ഈ ഗുണങ്ങൾ വെളിപ്പെടുന്നുണ്ട്. മറ്റു ഗ്രഹങ്ങളിലുമുണ്ട് വിവിധ മാനവരൂപങ്ങൾ. ഈ ഗുണങ്ങൾ അവിടെയുമുണ്ട്. കൃഷ്ണാവബോധത്തിലൂടെ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർക്കു വേണ്ടി ഭഗവാൻ ഈ ഗുണങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു. എന്നാൽ ആളുകൾ സ്വയം ഈ ഗുണങ്ങൾ വളർത്തിയെടുക്കണം. പരമപുരുഷന്റെ ഭക്തിയുത സേവനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരാളിൽ ഭഗവൻ നിശ്ചയത്താൽ എല്ലാ സദ്ഗുണങ്ങളും സംജാതമാകുന്നു. നന്മയായാലും തിന്മയായാലും ശരി, നാം കാണുന്നതെന്തും കൃഷ്ണനിൽ നിന്നുളവായതാണ്. കൃഷ്ണനിലില്ലാത്തതൊന്നും ഈ ഭൗതിക ലോകത്തിലാവിർഭവിക്കുന്നില്ല. ഇതാണ് ജ്ഞാനം. എല്ലാം വെവ്വേറെ സ്ഥിതി ചെയ്യുന്നുവെന്ന് നമുക്കറിയാമെങ്കിലും എല്ലാം കൃഷ്ണനിൽ നിന്നുദ്ഭവിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ.